കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. അഥവാ കേരളം ആരിനി ഭരിക്കണം, 5 വർഷം ആരുടെ കയ്യിലായിരിക്കും കേരളത്തിൻ്റെ ഭരണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വോട്ട് കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും മൂല്യം കൂടിയ വോട്ട് നമ്മൾ രേഖപ്പെടുത്തേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി മത്സരരംഗത്തുള്ളത് 2 മുന്നണികളാണ്. നമുക്കറിയുന്നത് പോലെ UDF ഐക്യജനാധിപത്യ മുന്നണി, LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഈ 2 മുന്നണികളാണ്. ഈ 2 മുന്നണികളിലും പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് നമുക്കറിയാം. ഒരു ഭാഗത്ത് CPM, CPI പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും വരുമ്പോൾ, മറുപക്ഷത്ത് കോൺഗ്രസ് പോലെ, ലീഗ് പോലെ മധ്യ ഇടതുപക്ഷ പാർട്ടികൾ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇടതുപക്ഷത്ത് നിന്ന് വലതുപക്ഷത്തേക്ക് ചാഞ്ഞിട്ടുള്ള പാർട്ടികൾ, തീവ്ര വലതുപക്ഷം എന്ന് പറയാൻ പറ്റാത്ത പാർട്ടികൾ നിലനിൽക്കുന്നു. ഇതല്ലാത്ത NDA പോലത്തെ തീവ്ര വലതുപക്ഷ ഒരു മുന്നണി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഗൗരവകരമായിട്ടുള്ള ഒരു മത്സരം മുന്നോട്ട് വെക്കുന്ന ഒരു മുന്നണിയല്ല. പരമാവധി പോയാൽ 1-2 സീറ്റിൽ ഒരു സാധ്യത നിലനിൽക്കുന്നതിനപ്പുറം 3-4 ഒക്കെ അത് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് വലിയൊരു ഡിമാൻഡ്സ് അല്ലെങ്കിൽ വലിയൊരു കോമ്പറ്റീഷൻ അത് നിലവിൽ കേരളത്തിന് സാധ്യത മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ തീരുമാനം LDF or UDF എന്ന വിഷയത്തിൽ നമ്മുടെ തീരുമാനം എങ്ങനെയാവണമെന്ന് ബന്ധപ്പെട്ട് അവർ നമുക്ക് നൽകുന്ന ഗ്യാരണ്ടികൾ എന്തൊക്കെയാണ് വാഗ്ദാനങ്ങളായി നമ്മുടെ മുന്നിൽ അവർ ഉറപ്പായിട്ട് നൽകുന്നത്, ഈ 5 വർഷം അവരെങ്ങനെ ഭരിക്കും എന്നതാണ് അവരുടെ മുന്നോട്ട് വെക്കലുകൾ, അവരുടെ ഈ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരുപാട് വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ നിലപാടുകൾ, അവരുടെ ക്യാമ്പയിനുകളിൽ ഇല്ലാത്ത, നമ്മൾ ഇന്ന് കാണുന്ന അവരുടെ ക്യാമ്പയിനുകളാണ്. UDF സംബന്ധിച്ച് സുനിൽ കനകോലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്യാമ്പയിൻ PR സോഷ്യൽ മീഡിയ ആണെങ്കിലും പുറത്താണെങ്കിലും അവർ നടപ്പിലാക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ച് CPMൻ്റെ നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. NDAക്ക് വലിയ സംവിധാനങ്ങൾ നാഷണലി അവർക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പയിനിൽ അവർ നമ്മളുടെ ശ്രദ്ധയിൽ വരണം എന്നതുമായി ബന്ധപ്പെട്ട് അവർ പ്രത്യേകം ചർച്ചക്കിടുന്ന വിഷയങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അതല്ലാത്ത വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ LDFിൻ്റെ UDFിൻ്റെ NDAയുടെയും പ്രകടന പത്രിക പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യുന്നുള്ളത് അതൊക്കെ അവർ നമ്മൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. അവരുടെ ക്യാമ്പയിൻ ആണെങ്കിലും PR ആണെങ്കിലും മാനിഫെസ്റ്റോ ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം അവർ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ കൂടി ഇതിൽ വരേണ്ടതുണ്ട്. നമ്മൾ അവിടേക്കും കടക്കണം. അഥവാ അവർ നമ്മൾ ചർച്ച ചെയ്യരുത്, നമ്മുടെ മനസ്സിലുണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആ വിഷയങ്ങൾ, കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, അത് നമ്മുടെ മുന്നിലേക്ക് വരണം. ഒപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മാനിഫെസ്റ്റോ, ഇലക്ഷൻ മാനിഫെസ്റ്റോ, പ്രകടന പത്രിക നമ്മുടെ മുന്നിലുണ്ടാവണം. അപ്പോൾ നമ്മൾ അവർ നൽകിയ വാഗ്ദാനങ്ങൾ എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണ്. സുബാക്ക, എന്താണ് UDF LDF രണ്ടുപേരും പുറത്തിറക്കിയ പ്രകടന പത്രികകൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിന് വായിക്കാൻ കഴിയുന്നത്? നമ്മൾ 2 ലക്ഷ്യങ്ങളാണല്ലോ ഉള്ളത്. 2 മുന്നണികളും, ഒരു മുന്നണി ഭരണ തുടർച്ചയും മറ്റൊരു മുന്നണി ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു തീവ്രമായ പരിശ്രമമാണ് 10 വർഷം പുറത്തുനിന്നതിന് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ പ്രകടന പത്രികയിലേക്ക് പോകാൻ തോന്നുന്നു. പ്രകടന പത്രികയിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമായി തന്നെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ 2 മുന്നണികളും അതിനെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് ഓരോ മുന്നണികളുടെ? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം മുതലേ വന്നിട്ടുള്ളതാണ്. ഇപ്പം LDF തന്നെ വീണ്ടും പറയുന്നുണ്ട്, അതിദാരിദ്ര്യം എന്നുള്ളത് മാറ്റിയിട്ട് കേവല ദാരിദ്ര്യവും ഇല്ലാതെയാക്കും. അത് LDFന്റെ വാഗ്ദാനം അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിലവിൽ അതിദാരിദ്ര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അതിദാരിദ്ര്യത്തിലുള്ള ഒരു മനുഷ്യരും കേരളത്തിലില്ല. അതിന് തൊട്ട് മുകളിലുള്ളത് കേവല ദാരിദ്ര്യമാണ്, ജസ്റ്റ് പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം അവർ ഇല്ലാതാക്കുന്നതാണ് അവരുടെ വാഗ്ദാനമായിട്ട് പറയുന്നത്. ഓക്കെ, അത് കേവല ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ദരിദ്രരായ 5 ലക്ഷം കുടുംബങ്ങളെ കണ്ടെത്തിയ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റും. അതായത് ദരിദ്രമുക്തം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് LDF എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ഏറ്റവും പ്രശംസനീയർഹമായ ഒരു കാര്യമായി ദാരിദ്ര്യം ഇല്ലാതാക്കാന്നുള്ള കാര്യത്തിലേക്ക് അതിനെ UDFന്റെ പ്രകടന പത്രിക നോക്കുന്ന സമയത്ത് സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്ന ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ വരുന്നുണ്ട്. അതിലൊന്നാണ് ഇന്ദിരാ ക്യാൻറ്റീനുകൾ എന്ന് പറയുന്ന ഭക്ഷണമാണല്ലോ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ബേസിക് കാര്യം. അപ്പോൾ ഭക്ഷണം എല്ലാവർക്കും ഉറപ്പുവരുത്തും. അഥവാ ഭയങ്കരമായിട്ട് ഭക്ഷണത്തെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇന്ദിരാ ക്യാൻറ്റീൻ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് അവരുടെ ഒരു വാഗ്ദാനമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ വിഷയം 5 ലക്ഷം പേർക്ക് വീട് നൽകുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മൾ സാഹചര്യം വെച്ച് നോക്കുന്ന സമയത്ത് വീടില്ലാത്ത ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം പേർക്ക് വീട് നൽകുക എന്നുള്ളത് നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ്. അപ്പുറത്ത് 5 ലക്ഷം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതാണ് വാഗ്ദാനമായിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ വിഷയത്തിൽ 2 പേരും ഒരേ വാഗ്ദാനമാണ് പറയുന്നത്.
രണ്ടുപേരും പറയുന്നത് 3000 3000 രൂപ ഏറ്റവും പെൻഷൻ ഏറ്റവും ചുരുങ്ങിയത് 3000 രൂപയാക്കും. ഒരു വ്യക്തിക്ക് ഒരു 3000 രൂപ ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. കാരണം രണ്ടുപേരും സമ്മതിക്കുന്നുണ്ട്. ഭരണത്തിലെത്തുന്ന വേളയിൽ ഇരുമുന്നണിയാണെങ്കിൽ ഏത് മുന്നണിയാണെങ്കിലും നടത്തണം എന്നുള്ളതാണ്. കാരണം രണ്ടുപേർക്കും ഇത് അടിസ്ഥാന ആവശ്യം എന്നുള്ളത് മനസ്സിലായി ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഒരു പൊളിറ്റിക്സ് കണ്ടുകൊണ്ട് UDF കുറച്ചുകൂടി ഒന്ന് മുന്നിലേക്ക് എറിയുന്നത് ആശാ വർക്കർമാരുടെ വേതനം കുറഞ്ഞത് 700 രൂപയാക്കുന്നത്. ഒരുപാട് ചർച്ചകൾ നടക്കുന്ന മേഖല കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിനുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ കൂടി ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യം, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതാക്കുന്ന ആ ഒരു ആളുകളെ കൂടുതലായിട്ട് പരിഗണിക്കുക എന്നുള്ളത് UDFൻ്റെ പ്രകടന പത്രികയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളിലൊന്നായിട്ടാണ് വരുന്നത്. മറ്റൊന്ന് LDFിലേക്ക് പോകുന്ന സമയത്ത് പലരും പുറകോട്ട് വല്ലാതെ ശ്രദ്ധിക്കാത്ത മേഖലകളിലൊന്നാണ് കിടപ്പ് രോഗികൾ എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വോട്ടന്നെ ഉണ്ടാവുകയുള്ളല്ലോ. കിടപ്പ് രോഗികൾക്ക് സമ്പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കും എന്ന് പറയുന്നത് വളരെ മികച്ച തീരുമാനങ്ങളിലൊന്നാണ്. കാരണം കിടപ്പ് രോഗികളെ പരിഗണിക്കുക എന്നുള്ളത് ഒരു നാടിന്, ഒരു സമൂഹത്തെ വിലയിരുത്തുന്നതിൽ അവിടുത്തെ കിടപ്പ് രോഗികൾ എങ്ങനെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതിൽ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ്. അത് ഒരു വേൾഡ് ക്ലാസ് ഒരു കൺസിഡറേഷൻ ആശുപത്രി കൊടുക്കുന്നതാണ് LDFൻ്റെ വാഗ്ദാനമായിട്ടുള്ളത്. അപ്പോൾ തന്നെ UDFൻ്റെ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ക്ഷേമം അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യ നിർജ്ജാരണം എന്ന രീതിയിലുള്ളത് ഭിന്നശേഷിക്കാരെ പരിഗണിക്കുന്ന വിഷയത്തിലാണ്. അവർക്ക് സുരക്ഷാ പെൻഷനിൽ, സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 25% എക്സ്ട്രാ അധികം നൽകുന്നുള്ളതാണ് അവർ ഒരു വാഗ്ദാനമായിട്ട് പറയുന്നത്. UDFൻ്റെ പ്രകടന പത്രികയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്ന് പാവപ്പെട്ടവരുടെ വിവാഹങ്ങൾ വളരെ കുറഞ്ഞ ചെലവിൽ നടത്തുന്നതിന് സ്നേഹസുമംഗലി ഓഡിറ്റോറിയം. ഇപ്പം ഞാൻ ജീവിക്കുന്ന സാഹചര്യം കോഴിക്കോട് ടൗൺ ഏരിയ ഇങ്ങനത്തെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അവിടെ വിവാഹം നടത്താനുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല. കാരണം അധിക സ്ഥലത്തും വീടുകളുണ്ടാകും, വളരെ അടുത്തടുത്ത വീടുകളായിരിക്കും. ദാരിദ്ര്യത്തിന്റെ തീവ്രതക്കനുസരിച്ച് ആ സ്ഥലം കുറഞ്ഞു വരും. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെയധികം കൂടിയ സ്ഥലങ്ങളാണത്. അങ്ങനെ ഒരു സ്ഥലത്ത് വിവാഹം നടത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവർക്കാണെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനുള്ള കാശുണ്ടാവില്ല. എന്നിട്ട് മറ്റേതെങ്കിലും ചെറിയ ഓഡിറ്റോറിയങ്ങൾ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലകളൊക്കെ എടുത്തിട്ടാണ്. ഇത് നല്ലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിന്റെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ്. പ്രകടന പത്രികയല്ല, ഒരു പദ്ധതിയാണ് ഈ കാണുന്നത് ഓഡിറ്റോറിയം എന്ന് പറയുന്നത്. എത്രത്തോളം അതായത് ആളുകൾക്ക് അഫോർഡബിൾ ആകുമെന്നുള്ളതും ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ എന്താണെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വന്നു എന്നുള്ളത് പ്രശംസിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഇനി നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നടന്നാൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്നുള്ളതാണ്. കാരണം അത് നമ്മൾ ശേഷം വിശദീകരിക്കാം. അത് കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രകടന പത്രിക വെറുതെ പുറത്തിറക്കുന്നു, അത് നടക്കുന്നില്ല, അതിന് പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നില്ല. ഒരു സമിതി കഴിഞ്ഞാൽ, ഒരു ഭരണം കഴിഞ്ഞാൽ ഞങ്ങൾ എത്രത്തോളം ഞങ്ങൾ നൽകിയ പ്രകടന പത്രികയിൽ നീതി പാലിച്ചിട്ടുണ്ട്, എത്രത്തോളം നടപ്പിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഓഡിറ്റിന് വിട്ടുകൊടുക്കുന്നില്ല. കേരളത്തിൽ ഒരുപാട് നാളുകളായിട്ട് പ്രകടന പത്രിക പുറത്തിറക്കുന്നുണ്ട്. ഇത് ഒരു ഭരണത്തിനും ശേഷം, അഥവാ ഒരു ഭരണ സംവിധാനങ്ങൾ വന്നതിന് ശേഷം, ഒരു മുന്നണി വന്നതിന് ശേഷം ആ കാര്യം നടക്കുന്നില്ല. അപ്പം അത് സീരിയസ് ആയിട്ടും ഓരോ മുന്നണികളും പരിഗണിക്കേണ്ടതാണ്. ഇത് നടത്തണം. ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, ഒരു ആചാരത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഒരിക്കലും മാറരുത്. ഇതുവരെയുള്ള മുൻ പരിചയങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകടന പത്രികയിൽ ഒരു 10, 20, 30% പോലും നടപ്പിലാക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രത്തോളം ഓടിച്ചുള്ള കാലത്തും ഇതിനെ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അടുത്ത തവണ ആരാണോ ഭരണത്തിൽ വരുന്നത് അവർക്ക് ഭയങ്കര ഡിഫൻസിലേക്ക് പോകേണ്ട സാഹചര്യം സ്വാഭാവികമായിട്ട് അടുത്ത തവണ ഉണ്ടാകും. കാരണം സാമൂഹ്യ മാധ്യമം അത്രയും പീക്കിലേക്ക് എത്തിയതിനു ശേഷമുള്ള കൊറോണയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്നത്തെ പ്രകടന പത്രിക നല്ല ചർച്ചയിലേക്ക് എത്തും. അത് അന്ന് പ്രോഗ്രസ്, ഇതിനു മുമ്പത്തെ പ്രകടന പത്രികയിൽ എന്താണോ ഇപ്പോൾ ഉള്ള സർക്കാർ, LDF സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ ഇല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് നടന്നിട്ടില്ല. അതൊരു പക്ഷേ ജനങ്ങൾ അത്രത്തോളം അന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഇത്രത്തോളം ചർച്ച ചെയ്യുന്ന സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഏത് മുന്നണികളാണെങ്കിലും അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത്, ആചാരത്തിന് വേണ്ടി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു പ്രകടന പത്രിക പുറത്തെടുക്കുന്നതിനപ്പുറം അതിനെ സീരിയസ് ആയിട്ട് പരിഗണിക്കുക എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, നമ്മളെ ഈ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്നാണ് യുവാക്കൾ എന്നുള്ളത്. യുവാക്കൾ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് പോയി നോക്കേണ്ടതുണ്ട്. LDF നൽകുന്ന ആദ്യത്തെ ഒരു വാഗ്ദാനം പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളതാണ്. പഠനം പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉറപ്പാക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളത്തിൽ പഠിച്ചാൽ ജോലി ഉറപ്പ് എന്നുള്ളൊരു മോട്ടോ അവർ പറഞ്ഞിരുന്നു. പലപ്പോഴും അതിനൊരു കാരണം, ഇത് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് കേരളത്തിന്റെ പുറത്ത് പഠിച്ച് പിന്നീട് അങ്ങോട്ട് പുറത്തോട്ട് പോയി അവിടുത്തെ പൗരത്വെടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു ആരോപണമാണെങ്കിലും അതിൽ യാഥാർത്ഥ്യമാണെങ്കിലും ഒക്കെ
ഇങ്ങനെ വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ പഠിച്ചിട്ട് എന്ത് ഗുണം കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ജോലി വളരെ കൃത്യമായിട്ട് വാഗ്ദാനം കൊടുക്കുന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാണ് ഇന്ന്. കാരണം ഇപ്പോൾ നല്ല അക്രഡിറ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ നാക് പോലും സർട്ടിഫൈ ചെയ്യുന്ന കോളേജുകളാണെങ്കിൽ പോലും അതിലെ പ്രീമിയം കോഴ്സുകളാണെങ്കിൽ പോലും അതിൽ ഭയങ്കര ഡിമാൻഡ്സ് ഒന്നും സീറ്റിന് ഇല്ലാത്തൊരവസ്ഥകളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പുറത്തേക്ക് ഒരുപാട് ഒഴുകുന്നു. അവരെ സംബന്ധിച്ച് ഇവിടെ പഠിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ അത് ഏത് സർക്കാരാണെങ്കിലും അത്രയും സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ട വിഷയമാണ്. അപ്പോൾ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും, രണ്ട് പഠിച്ചാൽ ജോലി ഉറപ്പാക്കുക എന്നുള്ളതും അത്രയും പ്രധാനമായിട്ട് വാഗ്ദാനമായിട്ട് കൊടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് ഉൾപ്പെടുത്തിയിരുന്നുള്ളത് പ്രശംസനീയമാണ്. ഇവർ മുന്നേയും വിജ്ഞാനാധിഷ്ഠിത സമ്പത്ത് ഒരു കാര്യം അവരുടെ ഒരു നയമായിട്ട് ഉണ്ടായിരുന്നു. വിജ്ഞാനാധിഷ്ഠിത അഥവാ ഒരു വിജ്ഞാനത്തിൽ ബേസ് ചെയ്ത, വിദ്യാഭ്യാസത്തിൽ ബേസ് ചെയ്തിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, അത് രണ്ടും മ്യൂച്വലി കണക്റ്റഡ് ആവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുള്ളായിരുന്നു വാഗ്ദാനം. പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷെ അത് ആ പദ്ധതികൾ മുന്നോട്ട് പോട്ടെ എന്നുള്ളതിനെ ആശംസിക്കുന്നത്, അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. UDF അതിനെ ഒന്നും കൂടി ഒന്ന് ഗ്ലോബലി കാണുന്നുണ്ട്. അന്താരാഷ്ട്ര തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ പഠിക്കാൻ ജോബ് വാച്ച് ടവർ, അതായത് ഏതൊക്കെ മേഖലകളിലേക്ക് അത് ഈ ഒരു സംഗതി നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടിയുള്ള ഒരു പഠനം അവിടെ സാധ്യമാകും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഏത് കരിയർ സ്വീകരിക്കണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾക്ക് ഈ ജോബ് വാച്ച് ടവർ എന്ന് പറയുന്ന അവരതിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്യുന്ന ജോബ് വാച്ച് ടവറിനനുസരിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും മാറ്റുന്നുള്ളതാണ്. അഥവാ ഗ്ലോബൽ ജോബ് ട്രെൻഡ്, ഏതിനാണ് ജോലി സാധ്യത കൂടുതൽ, എന്താണ് ഓരോ വർഷം മാറും, ഓരോ മാസങ്ങളും മാറുന്ന സാഹചര്യത്തിലേക്കാണ് ലോകം പോകുന്നത്. അത്രയും ഡൈനാമിക് ആണത്. അപ്പോൾ അത് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇത് എന്നും കൺവെൻഷനലായി ഒരേ സിലബസ് പഠിക്കുക, ഒരേ സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് മാറിയിട്ട് ഈ ഗ്ലോബൽ ജോബ് ട്രെൻഡിനനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുക, ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനം അതനുസരിച്ച് മാറുക എന്ന രീതിയിൽ അവർ കാണുന്നു. അത് നടപ്പിലാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു നീക്കമായിരിക്കും. പിന്നെ രണ്ട് വിഷയങ്ങൾ പൊളിറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവേചനം അവസാനിപ്പിക്കാൻ രോഹിത് വെമുല നിയമം നടപ്പിലാക്കും എന്നുള്ളതാണ്. അത് ആ ഒരു വിഷയത്തെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൊന്നാണത്. അതേപോലെ തന്നെ UDF അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ, ഈ റാഗിങ് തടയാൻ, ക്യാമ്പസുകളിൽ റാഗിങ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ സിദ്ധാർത്ഥൻ സ്റ്റുഡൻറ് ഡിസ്ട്രസ് ആപ്പ് കൊണ്ടുവരുന്നതാണ്. ഒരു ആപ്പും ആ ആപ്പിലൂടെ മോണിറ്റർ ചെയ്യുക. സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിങ് ആക്ട് എന്ന് പറഞ്ഞൊരു പുതിയ നിയമം കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അത് വളരെ നല്ലൊരു നീക്കമാണ്. ഏത് കുട്ടിക്കും റാഗിങ് റിപ്പോർട്ട് ചെയ്യാനും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നടപടി എടുക്കാനുള്ള ഒരു റിക്വസ്റ്റ് ലീഗൽ സിസ്റ്റത്തിന് കൊടുക്കാനും പറ്റുന്നുള്ളത് ഈസ് എ വെരി ഗുഡ് മൂവ്. രോഹിത് വെമുല ആക്ട് ആണെങ്കിലും സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിങ് ആക്ട് ആണെങ്കിലും ഇതൊരു പൊളിറ്റിക്കൽ കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ ഒരു കാലത്തിനിടയിൽ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ LDFന്റെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിൽ നിന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് ഒരുപാട് വിമർശനങ്ങൾ SFI കേട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ തരത്തിലൊരു പൊളിറ്റിക്കൽ അതിനെ ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്തരത്തിലുള്ള ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. പിന്നെ LDFന്റെ കുറച്ചും കൂടി ജോബുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ കൂടി പരിഗണിക്കുന്നുണ്ട്. തൊഴിൽ പ്രായത്തിലുള്ള സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പാക്കും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പലിശരഹിത വായ്പ ഇത്തരത്തിൽ യുവജനങ്ങൾക്ക് നൽകുന്നുള്ളത് അവരുടെ രണ്ടുപേരും പറയുന്ന കാര്യങ്ങളിലൊന്നാണ്. സ്റ്റാർട്ടപ്പുകൾക്ക് പലിശരഹിത വായ്പ നൽകുമെന്നുള്ളത് രണ്ടുപേരും പറയുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഇത് പ്രകടന പത്രിക രണ്ടുപേരുടെ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായി യുവാക്കളെ കൂടി അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അവരെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണലുകൾക്ക് കുറച്ചധികം ജോലി സാധ്യത ഉണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മോട്ടോയിലൊന്നാണ് സമഗ്ര ഗുണമേന്മ വർഷം എന്നുള്ളതാണ്. എല്ലാവരെയും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. UDF ഈ നൽകിയിട്ടുള്ള ഒരു പ്രകടന പത്രികയിൽ വയനാട്ടിലെ ട്രൈബൽ ആളുകളെ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. വയനാട്ടിൽ ട്രൈബലായിട്ട് വരുന്ന ഗോത്രവർഗ്ഗക്കാരെ പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ട് അവരെ വിദ്യാഭ്യാസത്തിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്ന രീതിയിൽ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി അവർ പറയുന്നുണ്ട്. ഇനി ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെ മേഖലകളിലേക്കാണ് ഓരോ സംവിധാനവും ഓരോ മുന്നണിയും അവരുടെ പ്രകടനപത്രിക കൊണ്ടുവന്നു? അതിൽ നോബൽ ആശുപത്രികൾ, ജിപ്മർ മോഡലിലുള്ള നോബൽ ആശുപത്രികൾ അത് വളരെ അത്യാവശ്യമായിട്ട് വരേണ്ട സംഗതിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചികിത്സാ ചിലവുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് സർക്കാർ ഹോസ്പിറ്റലുകളിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾക്ക് വളരെയധികം കാലതാമസം വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അവൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വേറെ
മറ്റോടെയും പോകുകയാണെങ്കിൽ 2-3 ലക്ഷം രൂപ ചിലവ് വരും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ജിപ്മർ മാതൃകയിൽ ബില്ലില്ലാത്ത ആശുപത്രികൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സാധാരണക്കാരന് പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ LDFന്റെ അതിന് തത്തുല്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്നുള്ളതാണ് അവർ പറയുന്നത്. ചികിത്സാ പരിധി 5 ലക്ഷത്തിൽ നിന്ന് കാരുണ്യ പദ്ധതിയുടെ അണ്ടറിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി അത് എലാബറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു ആനുകൂല്യം കുറച്ചും കൂടി പരിധിയില്ലാത്ത രീതിയിൽ അത് ലഭ്യമാക്കുന്നുള്ളതാണ് പറയുന്നത്. UDF കുറച്ചും കൂടി ആവശ്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ അതിൽ BPL കാരായിട്ടുള്ള ആളുകൾക്ക്, BPL വിഭാഗത്തിൽ വരുന്ന രോഗികൾക്ക് ഫ്രീ ഡയാലിസിസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കാരുണ്യ ബെനവലൻ ഫണ്ട്, ശ്രുതി തരംഗം പോലത്തെ പുതിയ പദ്ധതികളും അവരുടെ ഓഫറിൽ മുമ്പുണ്ടായിരുന്ന പദ്ധതിയാണ്, അത് പുനരാരംഭിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് നിലവിൽ സ്റ്റോപ്ഡ് ആയിട്ടുള്ള കാര്യം വീണ്ടും ആരംഭിക്കുന്നതാണ്. മറ്റൊന്ന് ഷീ ഹോസ്പിറ്റലുകളാണ്. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി UDFൻ്റെ ഇതിൽ ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ പുനരാരംഭിക്കുന്നു പറഞ്ഞത് UDF തന്നെയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഷീ ഹോസ്പിറ്റലുകൾ ആരംഭിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പം കോഴിക്കോട് ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്കും ഈ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സ്ത്രീകൾ ഒരു പെൺകുട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പീഡനത്തിനിരയാകുന്നതും അവരെ സംരക്ഷിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു കാലഘട്ടത്തിലാണ് വരുന്നത്. അതുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഇത്തരത്തിലുള്ളൊരു. അതെ, ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ പ്രകടനപത്രിക പറയുമ്പോൾ കുറച്ചുകൂടി അതിൽ എണ്ണവും കൂടും, നമ്പറും കൂടും. ബിക്കോസ് അവർ കുറെ പൊളിറ്റിക്കൽ വിമർശനങ്ങൾ കൂടി അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. ഇതൊക്കെ തിരുത്തേണ്ടതായിരുന്നു ഭരണപക്ഷം, ഇതുവരെ തിരുത്തിയിട്ടില്ല, ഞങ്ങളത് മാറ്റും എന്നുള്ളൊരു കാര്യം കൂടി അതായിരിക്കും കുറച്ചും കൂടി ഇവരുടെ നമ്പർ ആണെങ്കിലും കുറച്ചുകൂടി ഇടപെടലാണെങ്കിലും കുറച്ചുകൂടി പ്രകടനത്തോട് വിശാലമാകാനുള്ള കാരണം അതുകൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എല്ലാ രോഗികൾക്കും ബെഡ് കൂടി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ തറയിൽ കിടക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ അത് മാറ്റിയിട്ട് അവിടേക്ക് ബെഡ് അവരുടെ അവകാശമാകും. അപ്പോൾ ആശുപത്രി വിപുലീകരിക്കേണ്ടി വരും, അതിനായിട്ടുള്ള ഒരുപാട് ഫണ്ട് കണ്ടെത്തേണ്ടി വരും. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഇതിലിനി ഇപ്പോൾ വിദ്യാഭ്യാസങ്ങൾ നേരത്തെ പറഞ്ഞതല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ LDFന്റെ പ്രകടനപത്രിക നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനപ്പെട്ട സിറ്റികൾ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, ഈ 4 സിറ്റികളും ഉന്നത വിദ്യാഭ്യാസ നഗരങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുറച്ച് ഹയർ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന സിറ്റികൾ കൊണ്ടുവരുന്നുള്ളതാണ് അവരുടെ വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമായിട്ടുള്ളത്. പിന്നെ അങ്കണവാടികൾ സ്മാർട്ടാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മിനിമം ശേഷി ഉറപ്പുവരുത്തുക എന്നൊക്കെ ഉള്ളത് ഒരു സമൂഹത്തിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട വിദ്യാഭ്യാസം കിട്ടേണ്ട സംഗതികളാണ്. അത് അവസാനത്തെ പഠനങ്ങൾ കുറച്ചും കൂടി ആ മേഖല കുറച്ചും കൂടി സ്കൂളുകളുടെയൊക്കെ ബെറ്റർമെന്റിൽ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് ഒബ്സർവ് ചെയ്യാനും കഴിയുന്ന കാര്യങ്ങളിലൊന്നാണ്. പിന്നെ ജനറൽ ആയിട്ടുള്ള വികസനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മുന്നണികളും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ജനറലി പൊതുവെയുള്ള വികസനം ഇപ്പം LDFന്റെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവർ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മൾ നോക്കുന്ന സമയത്ത് കാണുന്നത്. ഒന്ന്, കൊച്ചി വാട്ടർ മെട്രോ ആലപ്പുഴ, കൊല്ലം, കൊടുങ്ങല്ലൂർ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. അതായത് ഓൾറെഡി ഉള്ള മെട്രോ ഒന്നുകൂടി വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. വാട്ടർ മെട്രോ അത്യാവശ്യം അവിടെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക്. രണ്ടുപേരും ഒരേപോലെ പറയുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ റെയിൽ നടപ്പിലാക്കും. അത് UDFിലേക്ക് എത്തുന്ന സമയത്ത് തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ അല്ലെങ്കിൽ ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ളതാണ്. അത് ഒരു രണ്ടും വലിയ നഗരങ്ങളായി വളർന്നു വരുന്ന നഗരങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ അനിവാര്യം തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ആ ഒരു വാഗ്ദാനം പറയുന്നുണ്ട്. അതിൽ രണ്ടുപേർ അധികാരത്തിൽ നമുക്കിത് പ്രതീക്ഷിക്കാം, അത് സംഭവിക്കണം എന്നുള്ളതാണ്. പിന്നെ LDF പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്ന്, എല്ലാ റെയിൽവേ ലെവൽ ക്രോസുകളും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റും. അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലൈ ഓവറുകൾ ധാരാളമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഫ്ലൈ ഓവറുകളോ അല്ലെങ്കിൽ അണ്ടർപാസുകളോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എല്ലാ റെയിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, ലെവൽ ക്രോസുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളത് അത് പ്രശംസനീയമായ കാര്യമാണ്. കാരണം വലിയൊരു സമയം ആളുകളുടെ അത് പോകുന്നത് ഇത്തരത്തിലുള്ള ലെവൽ ക്രോസുകളിലൊക്കെയാണ്. അതിൽ പിന്നെ വേറൊന്ന് വെച്ചാൽ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് LDF പറയുന്നത്. ലൈഫ് മിഷൻ 2.0 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ബാക്കി വരുന്ന അതിലുള്ള കുടുംബങ്ങൾക്ക് വീട് നൽകും. അതേപോലെ തന്നെ കേരളത്തിലെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ പാർപ്പിട സംസ്ഥാനമാക്കും. എല്ലാവർക്കും പാർപ്പിടം കിട്ടുന്ന രീതിയിലേക്ക് വീട് ലഭിക്കുന്ന ഒരവസ്ഥ ലൈഫ് മിഷൻ 2.0 സംഭവിക്കുന്നതാണ്. അതേസമയം UDF എക്സ്ട്രാ 5 ലക്ഷം വീട് പറയുന്നുണ്ട്. പക്ഷെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ പറയുന്നത് ലൈഫ് മിഷൻ പുനഃപരിശോധിക്കും. അഥവാ ഒരു ധ്വനി നമുക്ക് അവരുടെ ഈ ഇത് പ്രകടന പത്രികയുടെ ആ പരിപാടിയിൽ ഒരു ധ്വനി ഞങ്ങൾ
ഒന്ന് നിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന സാധനം. അഥവാ ഈ അവരുടെ ആരോപണം തന്നെ രാഷ്ട്രീയമായിട്ട് അവരുടെ പൊളിറ്റിക്കൽ സ്ലോഗനിൽ തന്നെ ഒന്നാണ് ലൈഫ് മിഷൻ കുറെ അഴിമതിയാണ്, അതിൽ കുറെ പ്രശ്നമാണെന്നുള്ളൊരു കാര്യം. അപ്പൊ അത് ശുദ്ധീകരിക്കുന്നതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അതിന് വേറെ സംവിധാനം കൊണ്ടുവരുന്നുള്ള സാധനമാണ്. അപ്പോൾ 5 ലക്ഷം വീട് നമ്മൾ കൊടുക്കും, പക്ഷെ ഞങ്ങൾ ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ സംവിധാനം അത് ശരിയല്ല എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു സാധനം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ലൈഫ് മിഷനായിട്ട് ചേർത്തിട്ട് UDF ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട 1-2 വിഷയങ്ങൾ. UDF പ്രകടന പത്രികയിൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന്, മതസൗഹാർദ്ദം ഉറപ്പാക്കാൻ മിനിസ്ട്രി ഓഫ് ടോളറൻസ്, അതോടൊപ്പം സമാധാനത്തിനായി പീസ് ആൻഡ് ഹാർമണി വകുപ്പും സ്ഥാപിക്കുമെന്നുള്ളതാണ്. ഒരു മിനിസ്ട്രി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ മിനിസ്ട്രി എത്രത്തോളം സമൂഹത്തിലേക്ക് ഉപകാരപ്പെടും എന്നുള്ളത് വേറെ കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഒരു മതസൗഹാർദ്ദം എന്നുള്ളതും സമൂഹത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും UDF വളരെ കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ റീസെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെള്ളാപ്പള്ളി പറഞ്ഞതാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾക്കിടയിൽ പിന്നെ LDF ഗവൺമെന്റിന്റെ പ്രഭ കെടുത്തിക്കളയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾക്കിടയിലെ വർഗീയതക്കെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ. അതിൽ മതസൗഹാർദ്ദം തകരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഒരു പക്ഷേ അതോറിറ്റികളായിട്ടുള്ള ആളുകളൊന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് ഇപ്പോൾ മദ്രസ ശമ്പളത്തിന്റെ വിഷയം, മദ്രസ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളത് കൊടുക്കുന്നില്ല എന്ന് പറയാനെങ്കിലും ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു ശ്രമം നടത്തണ്ടേ. അവിടെ പിന്നെ ഒരുപാട് കഴിഞ്ഞ് അതൊരുപാട് വിഭജനം അല്ലെങ്കിൽ ഒരുപാട് വിദ്വേഷങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയതിനു ശേഷം ഇവിടെ ആർക്കും അന്യായമായൊന്നും ലഭിക്കുന്നില്ല എന്നൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അത് അവസാനിക്കുന്ന വിഷയമല്ല. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി ഒരിക്കലും പറയണ്ടായി കാന്തപുരാണ് ഗവൺമെന്റിനെ സർക്കാരിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാന്തപുരം പറയുന്നത് കേട്ടാണ് സർക്കാർ കൊണ്ടുവന്നത്. അവിടെ ജസ്റ്റ് ഒന്നത് അങ്ങനെ അല്ല എന്ന് പറയേണ്ട ഭാഗത്ത് ആർക്കാണ്? സർക്കാരിനാണല്ലോ. അത് കാന്തപുരം വിഭാഗം അല്ല പറയേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല പറയേണ്ടത്, അത് സർക്കാരാണ് പറയേണ്ടത്. അപ്പൊ അത്തരം സൈലൻസ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് ആ സൈലൻസിന്റെ ബാക്കിൽ എന്നുള്ള ഫലം നമുക്കറിയില്ല, മനസ്സിലാകുന്നില്ല. ആ സൈലൻസ് ഒരുപാട് ആളുകളിൽ വിഭജനവും അതേപോലെ തന്നെ വിള്ളലും ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും മോണിറ്റർ ചെയ്യേണ്ട, ഫിൽട്ടർ ചെയ്യേണ്ട, സൈലന്റ് ആയി ഇരിക്കേണ്ടതില്ലാത്ത, ശ്രദ്ധിക്കേണ്ട, ഒഴിവാക്കേണ്ട, മതസൗഹാർദ്ദവും സമൂഹത്തിലെ ഹാർമണി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മേഖല തന്നെയാണ്. അപ്പം അതിൽ UDF പ്രകടന പത്രികയിലുള്ള മിനിസ്ട്രി ഓഫ് ഹാർമണി ആൻഡ് പീസ് എന്ന് പറയുന്ന കാര്യം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, അല്ലെങ്കിൽ അത് പ്രശംസനീയമാണ്. പക്ഷെ അത് നടപ്പിലാക്കേണ്ട വിധം അത് പിന്നെ ഭരണത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നവോത്ഥാന സമിതി പോലൊരു സമിതി അവിടെ ഉണ്ടായിരുന്നത് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതെ, അതുപോലെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയിട്ട് പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്തൊരു സാഹചര്യം. നവോത്ഥാന സമിതി ഉണ്ടാക്കുന്ന തന്നെ എല്ലാ മതങ്ങളിലെയും ആളുകൾ അതിലുണ്ട്. നവോത്ഥാനം സംഭവിക്കണം, മതസൗഹാർദ്ദം ഉണ്ടാവണം, അത്തരത്തിൽ സമൂഹത്തിൽ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവരുത്, മതങ്ങളുടെ പേരിൽ ഭിന്നതകൾ ഉണ്ടാവരുത് എന്നൊക്കെയാണ് അതിന്റെ ലക്ഷ്യം. എന്നിട്ട് ആ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. അഥവാ ഓരോ മാസം വന്ന് ഓരോ വിദ്വേഷം പറഞ്ഞു പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ 9 കൊല്ലമായിട്ട് പരിപാടി തുറന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അതിനെ ചെയർമാൻ ആക്കിക്കുന്നത്. അപ്പോൾ അതേപോലെ മിനിസ്ട്രി ഓഫ് പീസ് ആൻഡ് ഹാർമണി എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ മിനിസ്റ്ററിന്റെ തലപ്പത്തിൽ വിദ്വേഷമുള്ള ആളുകൾ കൊണ്ടുവരുത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഒരു അമേസിംഗ് ആയിട്ടുള്ള വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആവുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കും. പിന്നെ 2 വിഷയങ്ങൾ പ്രത്യേകം സൂചിപ്പിക്കാനുള്ള വെച്ചാൽ LDF നമ്മൾ പറയാത്തതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ, ഒന്ന് കക്കൂസ് മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്, FSTP ആണ്. അത് റീസെന്റ് അതിന്റെ നടപ്പിലാക്കലൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളും വിമർശനമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ വേറൊരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ വെള്ളം കേടാവാനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട്. നേരെ മറിച്ച് സെൻട്രലൈസ്ഡ് ഒരു ഭാഗമായിട്ട് അതിനെ മാറ്റിയിട്ട് അവിടെ നിന്ന് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളോട് പരിഗണിച്ചിട്ട് ഇതിനൊരു ബെറ്റർ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ, അതെ, അത് എവിടെയാണോ സ്ഥാപിക്കുന്ന ഇടത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, ജനജീവിതം പ്രയാസാക്കാത്ത രീതിയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ്. നടപ്പിലാക്കുകയാണെങ്കിൽ അത് അത്തരത്തിൽ ബെസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് കൂടുതൽ പ്രയാസങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതേപോലെ തന്നെ മറ്റൊന്ന് ജീവജലം കേരളം എന്ന് പറയുന്ന ഒരു പദ്ധതി, അഥവാ കുടിവെള്ളം എല്ലാ വീടുകളിലേക്ക് എത്തിക്കുന്നത്, അത് സ്വാഭാവികമായിട്ടും അടിസ്ഥാന ബേസിക് നീഡ് ആയിട്ടുള്ള കാര്യമാണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. UDF പ്രകടന പത്രിക അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ള 2 വിഷയങ്ങളിൽ ഒന്ന്, ലഹരിമുക്ത കേരളത്തിനായിട്ട് ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ എന്നുള്ള ഒരു പദ്ധതി ആരംഭിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ പരാതി കേൾക്കുന്ന മേഖലകളിലൊന്നാണ് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട്. കൂടുതലും ആളുകൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗണിന് ശേഷം ഒരുപാട് ആളുകൾ ഈ പറയുന്ന ലഹരിയായിട്ട് ബന്ധപ്പെട്ട അഡിക്ഷനിലേക്കോ മറ്റുള്ള പ്രശ്നത്തിലേക്കൊക്കെ പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അവിടെ അതിനെ ഇല്ലാതെയാക്കാനുള്ള
ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് ഇതിനെ നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, കേരളത്തിലെ തീരദേശവും നദികളും ബന്ധിപ്പിച്ച് മിഷൻ സമുദ്ര പദ്ധതി എന്നുള്ളതാണ്. അത് കോഴിക്കോട് ജീവിക്കുന്ന ആളുകൾക്കറിയാം, കനോലി കനാൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷെ ഒരുപാട് തവണ അതിനെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടും അതിലേക്ക് പല തവണ തന്നെ ഇത് ഈ വർഷം അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സമയവും വരുന്ന ജനപ്രതിനിധികൾ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളിലൊന്നാണ്. കാരണം ചരക്ക് ഗതാഗതം അതേപോലെ തന്നെ ഒരുപാട് ഗതാഗതങ്ങൾ ഏറ്റവും എളുപ്പമാക്കാൻ പറ്റുന്ന മേഖലകളിലൊന്നാണ് ഇത്. നടപ്പിലാകുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖം തന്നെ മാറാനുള്ള അതിൽ പ്രാഥമികമായിട്ട് ശരിക്കും വീഡിയോ ശരിക്കും ഇത് ഒരു ഇന്റർവ്യൂവിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്നുള്ളത്. ഇപ്പം ബ്രേക്ക് ദി ഡ്രഗ് ചെയിൻ എന്ന് പറയുന്ന കാര്യമാണെങ്കിലും ഇതാണെങ്കിലും ഇപ്പോൾ ഷാരിഖ് സംബന്ധിച്ചുള്ള ഇന്റർവ്യൂവിൽ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ബ്രേക്ക് ദി ഡ്രഗ് ചെയിനിൽ പറയുന്നത് ആ ഒരു നെറ്റ്വർക്കിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി നെറ്റ്വർക്കിന്റെ താഴെയുള്ള ഡ്രഗ് വലിയൊരു നെറ്റ്വർക്കിനായിരിക്കും വരുന്നുണ്ടാവും. അത് താഴത്തേക്ക് ഒരു ട്രീ പോലെ ഇങ്ങനെ വലുതായിട്ട് വരുമായിരിക്കും. അവസാനമുള്ള കണ്ണികളെ പിടിക്കാന്നുള്ളതിനപ്പുറം മുകളിലേക്ക് പോയിട്ട് ഏറ്റവും ടോപ്പിലുള്ള സോഴ്സുകളായിട്ടുള്ള കണ്ണികൾ അവസാനിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ല സജഷനാണ്. ഇതെല്ലാവർക്കും ഉള്ള മനസ്സിലുള്ള ഐഡിയ ആയിരിക്കും. പക്ഷെ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വളരെ മികച്ചൊരു മുന്നോട്ടായിരിക്കും. അതുപോലെ തന്നെ മിഷൻ സമുദ്രം അവർ പറയുന്നത് വെച്ചാൽ കേരളം മൊത്തം ഒരു വെള്ളത്തിലൂടെയുള്ള ഒരു സമുദ്രത്തിലൂടെയുള്ള അല്ലെങ്കിൽ ജലത്തിലൂടെയുള്ള ഒരു പാത ഉണ്ടാക്കുക എന്നുള്ളത്. അതിൽ തുടക്കത്തിൽ ചരക്ക് ഗതാഗതവും ശേഷം മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഉണ്ടാകുന്നുള്ളത് ട്രാഫിക് കുറക്കാൻ, കുറച്ചുകൂടി വേഗത കൂട്ടാൻ, കാര്യങ്ങൾ എളുപ്പമാക്കാൻ അതൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ തന്നെ പദ്ധതികൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്, ആശയങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് പ്രാക്ടിക്കലാക്കുക, അതിൻ്റെ ഉപകാരം ജനങ്ങൾക്ക് കിട്ടും വിധം അത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, തുടങ്ങുന്നു, അത് പകുതിയാക്കി വെക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ അത് പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. കനോലി കനാൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ആ പൂർത്തീകരണത്തിലേക്ക് ഇരു മുന്നണികളാണെങ്കിൽ ആരാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവർ അത്തരത്തിൽ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു വാഗ്ദാനങ്ങൾ നമ്മളെ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ പ്രതിഫലിക്കണം എന്നുള്ളതാണ്. ഈ വാഗ്ദാനങ്ങൾ മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവർ പറയാത്ത കാര്യങ്ങൾ, ഇവർ നമ്മളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ നമ്മൾ ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ വരാത്ത മേഖലകൾ, അതും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയാത്ത കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ വിഷയം ആഗോള പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗോള പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ LDFന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. കാരണം ഫലസ്തീൻ വിഷയം അതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ UDFിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു നിലപാട് മിക്സഡ് ഒപ്പീനിയനാണ് വന്നിട്ടുള്ളത്. ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിൽ അവർക്കിടയിൽ തന്നെ ഒരു തർക്കം. കാരണം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് UDFിൽ നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ മുമ്പ് കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും നമുക്ക് പല സമയത്തും കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അത് വെച്ചാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അഥവാ ഇപ്പോൾ സ്വരാജിൻ്റെ ഒക്കെ ഒരു നിലപാട് അൺകണ്ടീഷണൽ, അവരെന്ത് ചെയ്താലും അവരുടെ കൂടെയാണെന്ന് പറയുന്ന അൺകണ്ടീഷണലായിട്ട് അധിനിവേശത്തിന് ഇരയാകുന്ന, അതിന് പീഡനങ്ങൾക്കിരയാവുന്ന, വംശഹത്യക്കിരയാവുന്ന ആളുകളുടെ കൂടെയാണെന്ന് അതിനൊരു ആർജവം കാണിക്കാൻ പറ്റണം. അത് വോട്ട് ബാങ്കിൻ്റെ സ്വിങ്ങിനനുസരിച്ചോ മറ്റൊന്നും അത്ര നിലപാടുകൾ മാറ്റുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ നിലപാടിലെ വ്യക്തത അത് ഈ വിഷയത്തിലടക്കമുള്ള വിഷയങ്ങളിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനി കേരളത്തിലെ മറ്റു വർഗീയതയുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് LDFിൻ്റെ ഒരു പരാജയം കാണാൻ പറ്റും. അപ്പോൾ അവർ ഈ വിഷയത്തിലൊക്കെ നല്ല നിലപാടെടുത്തെങ്കിൽ, ഗ്ലോബൽ വിഷയത്തിൽ നിലപാടെടുത്തെങ്കിൽ പോലും അത് പ്രാദേശികമായിട്ടുള്ള കേരളത്തിൻ്റെ വിഷയത്തിൽ വരുന്ന സമയത്ത് വലിയൊരു പരാജയം കാണാൻ കഴിയും. ഇപ്പോൾ സജി അറിയാൻ്റെ പ്രസ്താവന നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാസർഗോഡും മലപ്പുറം ജയിച്ച ആളുകളുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അത് മുസ്ലിം പേരായി എന്നുള്ള അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നമായി. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് വർഗീയ പ്രസ്താവനകൾ പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യനെ നമ്മുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം വേദി പങ്കിട്ടു, കാറിൽ കയറ്റി, അദ്ദേഹത്തിൻ്റെ നാവിൽ സരസ്വതി വിളയാടുന്നു എന്ന് പറയുന്നു. വർഗീയത പറഞ്ഞൊരു മനുഷ്യനെ. അതേപോലെ തന്നെ ഒരു ഫാദർ അദ്ദേഹം നാർക്കോട്ടിക് ജിഹാദിൻ്റെ ആരോപണം പറയുന്ന സമയത്ത് അന്ന് മന്ത്രിയായിരുന്ന VN വാസവൻ അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് ആ ഒരു ഇത്രയും വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നാർക്കോട്ടിക് ജിഹാദ് കേരളം നടക്കുമെന്ന് പറഞ്ഞൊരു മനുഷ്യനെ വീട്ടിൽ പോയിട്ട് കാണുന്നു. വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹം വലിയൊരു പണ്ഡിതനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പുറത്തേക്ക് വന്ന് പറയുന്നു. അതേപോലെ തന്നെ എളവനം കരീം എന്ന് പറയുന്ന CPMൻ്റെ MP ആയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം റിക്രൂട്ട്മെൻറ്റ് ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇഷ്ടം പോലെ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം അതെന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? ഈ മതേതര പാർട്ടിയായിരുന്ന, മതേതര വിഭാഗമായിരുന്ന LDF അവരുടെ ഈ വിഷയങ്ങളിലെ സ്റ്റാൻഡുകൾ മാറ്റുകയോ കൺഫ്യൂസ്ഡ് ആവുകയോ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയോ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് പ്രസക്തമായ ചോദ്യമാണ്. ഒപ്പം തന്നെ UDF പോലത്തെ ഒരു മതേതര രംഗത്ത് നിൽക്കുന്ന ഗ്ലോബൽ പൊളിറ്റിക്സിൽ എന്ത് നിലപാടെടുക്കണമെന്ന് കൺഫ്യൂഷൻ കുറച്ച് മുമ്പ് വരെ ഇല്ലാതിരുന്ന ഒരു സംഘം, ഗാന്ധിയുടെ കാലം മുതൽ അതിനിടയിൽ ചില
ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ സമയം മുതൽ ഫലസ്തീനൊപ്പം അത്രയും ശക്തമായി നിന്ന ആളുകൾ എന്തുകൊണ്ട് ഗ്ലോബൽ പൊളിറ്റിക്സ് ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഡിഫറൻസിലേക്ക് പോകുന്നു എന്ന ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അവിടെ മതേതരത്വത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നുള്ളതും വിദ്വേഷങ്ങൾക്കൊപ്പം എന്ത് നേട്ടത്തിനാണെങ്കിലും വോട്ട് ബാങ്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് മുന്നിൽ വന്നാൽ പോലും വിദ്വേഷത്തിനൊപ്പം നിൽക്കില്ല എന്നുള്ളതും വർഗീയതക്കൊപ്പം നിൽക്കില്ല എന്നുള്ളതും അങ്ങനെ പറയുന്ന ആളുകളെ സ്വാഭാവികമായിട്ട് മാറ്റി നിർത്തുന്നുള്ളതും ഇരു മുന്നണികളിൽ നിന്നും നമുക്ക് ഉറപ്പ് വാങ്ങാൻ പറ്റണം. ആ ഉറപ്പുണ്ടെങ്കിലേ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരും എന്നുള്ളത് ഇരു മുന്നണികളോടും പറയാൻ കഴിയണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ഒരു മനുഷ്യൻ, ആ മനുഷ്യ സ്വാഭാവികമായിട്ട് ഭരണം മാറിക്കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് UDF അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നേക്കാം. അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്, അത് BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം NDAയുടെ ഘടകകക്ഷിയാണ്. പക്ഷേ വെള്ളാപ്പള്ളിക്കോ SNDPക്കോ നിലവിൽ പ്രഖ്യാപിത രാഷ്ട്രീയ ആയിട്ടുള്ള അലൈകളൊന്നുമില്ല. അവരെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇനി അവർ സഭയായിട്ട് UDF ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ ആയിരിക്കാം മേ ബി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ ഇവരെ സപ്പോർട്ട് ചെയ്തേക്കാം. ആ വേളയിൽ ഇങ്ങനെ വിദ്വേഷം പറയുന്നയാൾ ആണ് അദ്ദേഹമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് നടപടി നിങ്ങൾ എടുക്കും, എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? UDFനോടാണെങ്കിലും LDFനോടാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ തുടരുമോ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന ചോദ്യം നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കണം. രണ്ടാമത്തേത് വിദ്വേഷ പ്രചാരണം നടത്തുന്ന പിന്നെ മീഡിയകൾക്കെതിരെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ സ്വീകരിക്കേണ്ട സമീപനമാണ്. ഈ രണ്ട് മുന്നണികൾക്കും അതിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം മറുനാടൻ മലയാളി പോലെയുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന UDFകാരെ നമുക്ക് കാണാൻ പറ്റും. അതിന് വലിയ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ വരുന്ന അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്ന അധികാരം കയ്യിലുണ്ടായിട്ടും നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യം. അപ്പൊ അത് PV അൻവർ അടക്കം പല വിഷയങ്ങളിൽ PV അൻവർ എന്ന് പറയുന്ന ഇതിന് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന MLA ആയിരുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് വയ്ക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ. ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഷാജൻ സ്കറിയെ പോലത്തെ അത്രയും വിദ്വേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം CPM-നെതിരെ വിദ്വേഷം പറയും, CPM-നെതിരെ പറയും, CPI-ക്കെതിരെ പറയും, ലീഗിനെതിരെ പറയും, കോൺഗ്രസിനെതിരെ പറയും, രാഹുൽ ഗാന്ധിക്കെതിരെ പറയും, അഥവാ രാജ്യം ഭരിക്കുന്ന NDA അല്ലാത്ത എല്ലാവർക്കും എതിരെ വിദ്വേഷം പറയും. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നുള്ളത് കൃത്യമായി തങ്ങളുടെ ഒരു MLA ചൂണ്ടിക്കാണിച്ചിട്ട് നടപടി എടുക്കണം എന്ന് അത്രയും ഷാഠ്യം പിടിച്ച് പറഞ്ഞിട്ട് നടപടി എടുക്കാത്ത ശേഷം പിന്നീട് നടപടി എടുത്തു. പക്ഷേ നടപടി എടുക്കാതെ ഒരുപാട് കാലം വാശി പിടിച്ച, ഒരുപാട് കാലം അങ്ങനെ തന്നെ മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇനി ഇതാണ് തുടരാൻ പോകുന്നത്? നിങ്ങൾ ഇത്തരത്തിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇനിയും പിന്തുണ തുടരാൻ പോവുകയാണോ? അവർക്ക് വെറുപ്പ് യഥേഷ്ടം പറയാനുള്ള സാധ്യതയാണോ ഇനി ഒരുക്കാൻ പോകുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. അതേപോലെ തന്നെ തിരിച്ചും രമ്യ ഹരിദാസിനെ പോലത്തെ ഒരാൾ ഇത്തരത്തിൽ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആളുടെ കൂടെ അയാൾ അനുകൂലിക്കുന്ന വിധം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തെ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് എടുത്ത നടപടി? അച്ചടക്ക നടപടി എടുത്തോ, തിരുത്തിയോ, ശാസന കൊടുത്തോ, അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞോ, അതിനെതിരാണ് നമ്മളെന്ന് പറഞ്ഞു? അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അധികാരത്തിലേക്ക് എത്തിയാൽ ഈ ഹെയ്റ്റ് മോങ്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട്. അദ്ദേഹത്തെ പോലെയുള്ള, അതേപോലെ തന്നെ ആരിഫ് ഹുസൈനെ പോലത്തെ ഒരുപാട് അത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കും? ഇപ്പോൾ മിനിസ്ട്രി ഓഫ് പീസ് ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി കൊണ്ടുവരുന്ന UDF പറഞ്ഞു, അതിനടിയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുമോ? ഇത്തരത്തിൽ ഹെയ്റ്റ് പറയുന്ന ആളുകളെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്ന, സൈബർ സ്പേസിൽ അവരെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന, അപ്പോൾ ഹെയ്റ്റ് സ്പീച്ചിനെതിരെയുള്ള ഒരു ബില്ല് കർണാടക കൊണ്ടുവന്നിരുന്നു. അതുപോലത്തെ ബില്ലുകൾ ഇവിടെ കൊണ്ടുവരുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഏത് മുന്നണികൾക്ക് അടുത്തുനിന്നാണെങ്കിലും അതിന് ഉറപ്പ് നമ്മൾ നിർബന്ധമായിട്ട് വേണ്ടതാണ്. അടുത്തൊരു കാര്യം ജനങ്ങളോടുള്ള പെരുമാറ്റമാണ്. അധികാരം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളെ താഴ്ത്തി കെട്ടി കാണുന്ന രീതി പലപ്പോഴും അധികാരത്തിൽ ഈ കഴിഞ്ഞ ഗവൺമെൻറ് മാത്രമല്ല, അതിൻ്റെ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സംഗതികളിലൊന്നാണത്. അപ്പോൾ അധികാരം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതിന് പകരം ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ജനങ്ങളെ കീഴാളന്മാരായി കാണുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യാസപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്. പലപ്പോഴും അധികാരമില്ലാതിരിക്കുന്ന സമയത്തും ചില ആളുകളിൽ നിന്ന് അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അധികാരം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അത് ഇരുമുന്നണികളും ശ്രദ്ധിക്കേണ്ട സംഗതികളിൽ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിപ്പോൾ മതപരമായിട്ടുള്ള അവകാശങ്ങളാവാം. നമുക്ക് മതപരമായിട്ടൊരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ ചോദിക്കുന്ന വേളയിൽ തീവ്രവാദ ചാപ്പ അല്ലെങ്കിൽ വർഗീയ ചാപ്പ കുത്തി ഒഴിവാക്കുകയാണോ ചെയ്യുക, അതോ ആ അവകാശങ്ങൾ ചോദിക്കുന്നതിന് അതിനെ പരിഗണിക്കോ? ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് പെരുന്നാൾ ലീവ്. അതേപോലെയുള്ള വേറെ ഇപ്പോൾ ചില പരീക്ഷകളൊക്കെ കറക്റ്റ് വെള്ളിയാഴ്ചയുടെ ഉച്ച സമയത്തൊക്കെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഒന്നങ്ങനെ കൊണ്ടുപോയി വെക്കാം. ഒരു
പ്രധാനപ്പെട്ട 30% പോപ്പുലേഷനുള്ള സമുദായമാണ് മുസ്ലിം സമുദായം. ക്രൈസ്തവർക്ക് അവരുടെ ആവശ്യങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങളുള്ള സമുദായങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരം തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യം. രണ്ട്, ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ വർഗീയമായി കാണാതിരിക്കുക എന്നുള്ളതും അതിനെ അരികുവൽക്കരിക്കുക എന്നുള്ളതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് മലബാറുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ. മലബാറിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുക ചെയ്യുന്നത്. കാരണം +2 ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമയത്തും അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസേണിലൊന്നാണ് ആവശ്യത്തിനുള്ള സീറ്റ് അവിടെ ഇല്ല. ഇത് എത്ര വർഷം ഇത് ആവർത്തിക്കുന്നു. ഇത് ഒരു മുന്നണിയല്ല കേട്ടോ. LDF UDF ഭരിച്ച എത്രയോ കാലമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ അത്രയും കാലത്തിൽ ഇപ്പോൾ അവസാനം 15, 20, 30 കൊല്ലമായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് തെക്കൻ കേരളവും വടക്കൻ കേരളവും പരിശോധിച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോൾ പാലക്കാട് 10,000 മലപ്പുറം 20,000, അങ്ങനെ 10,000 കുട്ടികൾ പുറത്തിരിക്കുകയാണ്. തെക്കൻ ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സീറ്റുകൾ ഒഴിവ് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മലബാറിലെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? അതേപോലെ തന്നെ മലബാറിലെ ഭരണപരമായിട്ടുള്ള പ്രശ്നം, പല ജില്ലകളും വിഭജിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ താലൂക്കുകൾ പല ജില്ലകളിലും കൂട്ടാൻ, ഇപ്പോൾ കണ്ണൂരിലാകെ 4 താലൂക്കേ ഉള്ളൂ, അത് കൂട്ടാനുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ല വിഭജിക്കാനുള്ള ആവശ്യമുണ്ട്, പാലക്കാട് ജില്ല വിഭജിക്കാനുള്ള ആവശ്യമുണ്ട്, അതുപോലെ തന്നെ മറ്റും തിരുവനന്തപുരം പോലത്തെ ജില്ലകളും വിഭജിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത്? മലബാറിനെ സംബന്ധിച്ച് മലബാറിൻ്റെ ആവശ്യം ഉന്നയിക്കുമ്പോഴേക്ക് ആ ആവശ്യത്തെ വർഗീയമായിട്ട് കാണാൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? ഏത് മുന്നണികളാണെങ്കിലും അതിലിപ്പോൾ UDF ഭാഗത്ത് ആര്യാടൻ മുഹമ്മദിനെ പോലത്തെ ആളുകൾ മുമ്പ് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോഴേ അതിനെതിരെ പോരാടിയുന്ന ആളുകളാണ്, അതിന് വർഗീയമാണെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സീറ്റ് വിഭജനത്തിലാണെങ്കിലും UDF LDF ഒന്നും എടുത്ത നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ അതെന്താണ്? ഇരു മുന്നണികളും പ്രകടന പത്രികയിൽ മിണ്ടാത്ത വിഷയങ്ങളാണ്. അപ്പോൾ കൃത്യമായി ചോദിക്കേണ്ടതുണ്ട്, എന്താണ് നിങ്ങളുടെ നിലപാട്? അതിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുമോ? ഞങ്ങൾ ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് ചോദിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും അതേപോലെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തോ ഇല്ലയോ എന്നുള്ളത് അവരോട് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. സ്വാഭാവികമായിട്ടും ഫണ്ട് പറഞ്ഞു വെക്കും. അവരുടെ പണി അതാണല്ലോ. കാരണം അവർക്കെതിരെയുള്ള ഇന്ത്യ മുന്നണിയിലെ 2 സഖ്യങ്ങളാണ്, LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ നമ്മൾ പരമാവധി പ്രയാസപ്പെടുത്തും. പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ വരും, വേറെ കേസുകൾ കൊണ്ടുവരും, റെയ്ഡ് വരും. ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് 2 മുന്നണികളാണെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിക്കണം. കാരണം ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഭരണത്തിൻ്റെ ആദ്യത്തെ ഒരു പകുതിക്ക് അധിക സമയം കേന്ദ്രത്തിൽ NDA ആയിരിക്കും ഉണ്ടാവുക. അവരങ്ങനെയൊക്കെ പിരിമുറുക്കിയാൽ പോലും നിങ്ങൾ അവരുടെ നയങ്ങളോട് വഴങ്ങുമോ? നിങ്ങൾ അവർ പറയുന്നത് അതേപോലെ കേൾക്കുമോ? PM ശ്രീ നടപ്പിലാക്കി എന്നുള്ള നമുക്ക് അറിയാവുന്ന വിഷയമാണ്. ഫണ്ടായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഫണ്ടിൻ്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ അവർ അടിസ്ഥാന വിദ്യാഭ്യാസം നേടുന്ന സമയത്ത്, അവർ ശരികളെ പറ്റി ബേസിക്കലി പഠിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറക്കാനുള്ള അത്തരത്തിൽ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനമായിട്ടുള്ള അതിനുള്ള ശ്രമമായിട്ടുള്ള PM ശ്രീ അടക്കമുള്ള കാര്യങ്ങൾ ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ നടത്തുമോ? അതേപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും PM ശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട്, LDF കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇരു മുന്നണികളും അതിൽ വഴങ്ങിയ ആളുകളാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾ വഴങ്ങുമോ? പ്രസക്തമായ ചോദ്യമാണ്. സെൻട്രൽ സംവിധാനങ്ങൾക്ക് നിങ്ങൾ വഴങ്ങുമോ? അങ്ങനെ ആയിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. അതുപോലെ വേറെയും വിഷയങ്ങൾ, ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് പോലെ, അതേപോലെ തന്നെ ഫെമിനിസം പോലെ, ആൻറ്റി ഫാമിലി നയങ്ങൾ പോലെ, കുടുംബവിരുദ്ധമായ, കുട്ടികൾ ഉണ്ടാകുന്നതിനെതിരായിട്ടുള്ള, അതേപോലെ തന്നെ ഒരു കുടുംബ സംവിധാനത്തിനെതിരായിട്ടുള്ള, അതേപോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആണാണെന്നോ പെണ്ണാണെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ബില്ല് അതിൽ വന്നിരുന്നു. അങ്ങനെ ആർക്കും സ്വയം പ്രഖ്യാപിച്ച ആണും പെണ്ണും ആകാൻ പറ്റില്ല. മെഡിക്കലി അത് വെരിഫൈ ചെയ്യണം, ബയോളജിക്കലി നോക്കണം, എന്നിട്ട് അത് സ്ത്രീയാണോ പുരുഷനാണെന്ന കാര്യം തീരുമാനിക്കാനൊക്കെ പറഞ്ഞിരുന്നു. LDF-ന്റെ UDF-ന്റെ കോൺഗ്രസിൻ്റെ CPM-ന്റെ ഒക്കെ വിദ്യാർത്ഥി ഘടകങ്ങളും മറ്റൊക്കെ അതിനെതിരായിട്ട് അപ്പീൽ പോയിരുന്നു. അങ്ങനെയാണോ നിങ്ങളുടെ നയം നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ ആർക്കും ആണാണ് പെണ്ണാണെന്ന് പറയാനും അങ്ങനെ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ ഒരുപാട് പുരുഷന്മാർക്ക് കവർന്നെടുക്കാനൊക്കെ നിങ്ങൾ അനുവദിക്കുമോ? അതിനെയാണോ നിങ്ങളുടെ നയം എന്നുള്ളത് ഇരു മുന്നണികളോട് ചോദിക്കേണ്ടത്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അവസാനം പറഞ്ഞ കുറേ വിഷയങ്ങൾ അവർ നമ്മളോട് പറയാത്ത വിഷയങ്ങളാണ്, അവർ പത്രികയിൽ ഉൾപ്പെടുത്താത്ത വിഷയങ്ങളാണ്, നമ്മൾ ചർച്ച ചെയ്യരുന്നവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. അവ കൃത്യമായി ചോദിക്കാനും അവരുടെ ചർച്ചയിൽ, ഈ ഇലക്ഷനിൽ ഇലക്ട്രൽ ചേഞ്ച് ആയിട്ടത് മാറിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ചർച്ചയിൽ അത് വരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാനെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും പറ്റേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനും കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനും കൃത്യമായി അവലോകനം നടത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ആ തരത്തിന് എല്ലാവരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.